ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളത്ത് തൻ്റെ മകൾ സ്ഥാനാർത്ഥിയാകുമെന്ന അഭ്യൂഹങ്ങൾ ഡൽഹിയിലെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധി KV തോമസ് തള്ളിക്കളഞ്ഞു. സ്ഥാനാർത്ഥി നിർണയത്തിൽ LDF അഭിപ്രായം ചോദിച്ചാൽ പറയും. പിണറായി വിജയൻ സൽപ്പേരാകുമെന്ന് കരുതിയാണ് കേന്ദ്രം റെയിലിന് തടയിടുന്നതെന്നും അദ്ദേഹത്തിൻ്റെ വിമർശനം. പിണറായി വിജയനെ വ്യക്തിപരമായി ആക്രമിക്കുന്നത് ശരിയാണോ എന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ആലോചിക്കണമെന്നും KV തോമസ് 24-നോട് പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു. മുന്നണികൾ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കി സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ നമ്മളോട് പ്രതികരിക്കുന്നത് മുൻ എറണാകുളം MPയും കേന്ദ്രമന്ത്രിയുമായിരുന്ന പ്രൊഫസർ KV തോമസാണ്. റെയിൽ സർക്കാർ ഉപേക്ഷിച്ചിട്ടില്ലാന്ന്. ഈ തെരഞ്ഞെടുപ്പിൽ റെയിൽ വീണ്ടും ചർച്ചാ വിഷയമാകുമോ? ആ വന്ദേ ഭാരതിനേക്കാൾ മെച്ചപ്പെട്ട ഇതിപ്പോൾ 100 കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത്. ഇത് പോകും മറ്റു വണ്ടികൾ പിടിച്ചിടുന്നൊക്കെ ബുദ്ധിമുട്ടുണ്ട്. മറ്റത് 300 എബവാണ്. അങ്ങനെ ഒരു സിസ്റ്റം നമുക്ക് വേണ്ടേ? അത് കേന്ദ്ര ഗവൺമെൻറ് മുമ്പിൽ കൊടുത്തിരിക്കുന്നു. അതിനൊരു മറുപടിയെ നമ്മളെ പ്രതീക്ഷ. ആ പശ്ചാത്തലത്തിലാണ് ഞാൻ പോയി മെട്രോ ശ്രീധരനെ കണ്ടത്, മുഖ്യമന്ത്രി സംസാരിച്ചതിന് ശേഷം. അപ്പോൾ ആ പ്രോജക്റ്റിനെ കുറിച്ച് തീരുമാനമെടുക്കണ്ടേ? ആ പ്രോജക്റ്റ് തീരുമാനമെടുപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തേണ്ട ബാധ്യത ഇവിടെ LDFന് മാത്രമല്ല, കോൺഗ്രസിന് മാത്രമല്ല, BJPക്കില്ലേ? അല്ല, ഒരുപക്ഷെ ഇപ്പോൾ K കരുണാകരൻ്റെയും ഉമ്മൻചാണ്ടിയുടെ പേര് പറഞ്ഞതുപോലെ പിണറായി വിജയൻ ഒറ്റയ്ക്ക് ക്രെഡിറ്റ് കൊണ്ടുപോകുന്നുള്ളൊരു പേടി കാരണമാണ്. അതെങ്ങനെ? നമ്മൾ കോമൺ സെൻസുള്ള ആളുകളല്ലേ. ഇപ്പോൾ വിഴിഞ്ഞം വന്നു, ആ ക്രെഡിറ്റ് ആർക്കാണ് കിട്ടിയത്? ഉമ്മൻചാണ്ടിക്ക് മാത്രമാണോ? അല്ലല്ലോ. പിണറായിക്ക് മാത്രമാണോ? അല്ലല്ലോ. ആ കപ്പലെടുത്തപ്പോൾ മോദിക്കും കിട്ടിയില്ലേ? അതൊന്നും ആ കാഴ്ചപ്പാടില്ലാത്തത്, ആ കാണാൻ പറ്റാത്ത അന്ധതയുണ്ടോ കേരളത്തിലെ BJPയുടെ നേതാക്കന്മാർക്ക്? അങ്ങനെ ഒരു ഭയം അവർക്കുണ്ടാകും സ്വാഭാവികമായിട്ട്. അതായത് അങ്ങനെ ഒരു അന്ധതയുണ്ടോയെന്ന് ഞാൻ ചോദിക്കണേ. അവർ പറയട്ടെ. അവരും ബുദ്ധിയുള്ള ആളുകളല്ലേ, അവർ പറയട്ടെ. സാറിൻ്റെ മകളുടെ പേരൊക്കെ എങ്ങനെ കേട്ടിരുന്നു? എന്നോട് 19 വരെ തുടങ്ങിയ ഒരു ഏർപ്പാടാണ്. 19 പറഞ്ഞ് മാഷിൻ്റെ മകൾക്ക് സൈറ്റ് കിട്ടാത്തതുകൊണ്ടാണ് മാഷ് പ്രശ്നം ഉണ്ടാക്കിയത്. 21 ദിവസം നിലപാട് അന്ന് ഞാൻ പറഞ്ഞു അവൾക്ക് സ്വന്തമായിട്ട് കച്ചവടമുണ്ട്. അവിടെ ഒരു വിമൻ എൻ്റർപ്രണറാണ്, ചലഞ്ചിങ് ഒരു ജോബാണ് ചെയ്യുന്നത്. അവൾ ഹാപ്പിയാണ് ആ കാര്യത്തിൽ. പിന്നെ അവൾക്ക് സ്വന്തമായി തീരുമാനമെടുക്കാൻ കഴിവുള്ളവളാണ്. അവളിപ്പോൾ വ്യാപാരി വ്യവസായിയുടെ ഈ കൊച്ചി യൂണിറ്റിൻ്റെ പ്രസിഡൻ്റാണ്. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ കോൺഗ്രസ് നേതൃത്വത്തെക്കുറിച്ച് എന്താണ് വിലയിരുത്തൽ? ഞാൻ അവരെപ്പറ്റി ഒന്നും ഇപ്പോൾ, കാരണം സതീശൻ എൻ്റെ വിദ്യാർത്ഥിയാണ്, ഇഷ്ടമുള്ള ഒരാളാണ്, സുധാകരൻ്റെ സുഹൃത്താണ്. അവർ രണ്ടുപേരും കൂടി യോജിച്ച് പോകട്ടെ എന്ന് എനിക്ക് പറയാം. പക്ഷേ കേരളം എങ്ങോട്ട് പോകുന്നു അവരാലോചിക്കണം. പിണറായി വിജയനെ കരുത്തനായ നേതാവിനെ അനാവശ്യമായി പേഴ്സണലായി അറ്റാക്ക് നല്ലതാണോ? കൊച്ചിയിൽ നിന്നും രാഹുൽ സുദേവിനൊപ്പം അജീഷ് ജയകുമാർ, 24.